ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്, നമുക്കറിയാം ഈ ഒരു ജൂലൈ മാസം 3ഉം 4ഉം തീയതികളിൽ നെറ്റ്വർക്കിൻ്റെ ചാർജ് വർദ്ധിപ്പിച്ചു. അപ്പോൾ നമ്മൾ ഏത് നെറ്റ്വർക്കിൽ തുടരണം, ഇനിയും ഏതെങ്കിലും സിമ്മിലേക്ക് BSNLോ മറ്റോ പോർട്ട് ചെയ്യണോ, ചാർജ് കുറവ് ഇപ്പോൾ അതിനാണല്ലോ. അപ്പോൾ അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ പോർട്ട് ചെയ്യണോ വേണ്ടയോ, അതോ നിങ്ങൾ ഏതെങ്കിലും ഇപ്പം ജിയോയിൽ നിന്ന് VAയിലേക്ക് മാറണോ, അപ്പം നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ ഏത് നെറ്റ്വർക്ക് തുടരുക എന്നുള്ളത്. അപ്പം അങ്ങനെ നമ്മൾ പോർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് നമ്മുടെ ഏരിയയിൽ 5G അല്ലെങ്കിൽ 3G അല്ലെങ്കിൽ 2G അല്ലെങ്കിൽ 4G പ്ലസ് ഒക്കെ നമ്മുടെ ഏരിയയിൽ കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് ഫോൺ ഉപയോഗിച്ച് തന്നെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം നിങ്ങൾക്ക് പോർട്ട് ചെയ്യണോ വേണ്ടതെന്ന് നിങ്ങൾക്ക് ആലോചിക്കാം. അത്തരത്തിൽ അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെക്ക് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് ആ ഒരു വെബ്സൈറ്റിൽ എത്താൻ സാധിക്കും. അതിനുശേഷം ഞാൻ കാണിച്ചു തരാം. ലിങ്ക് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഇവിടെ കാണാൻ സാധിക്കുന്നത്. 3G 4G 5G കവറേജ് മാപ്പ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതിനകത്തിൽ ഇന്ത്യ ആയിരിക്കും ഓട്ടോമാറ്റിക് ഇവിടെ സെലക്ട് ആയി കിടക്കുന്നത്. നമുക്ക് ഏത് രാജ്യത്തെ വേണമെങ്കിലും ഇത് ഉത്തരത്തിൽ നോക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ത്യ എന്നാണ് കിടക്കുന്നത്. നിങ്ങളിനി ചെയ്യേണ്ടത് ഇവിടെ കാരിയർ എന്ന് പറഞ്ഞാൽ ഇതിൽ സെലക്ട് ചെയ്താൽ ഇന്ത്യയിൽ ഉള്ള 4 നെറ്റ്വർക്ക് ഇവിടെ കാണിക്കും: എയർടെൽ, BSNL, ജിയോ, VI. അപ്പോൾ നിങ്ങൾ ഏതിൻ്റെയാണ് നെറ്റ്വർക്ക് നോക്കുന്നത് ആ ഒരു നെറ്റ്വർക്ക് ചൂസ് ചെയ്യണം. ഞാനിവിടെ ജസ്റ്റ് എയർടെൽ ഒന്ന് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ മാപ്പിൻ്റെ അവിടെ മൊത്തം വയലറ്റ് കളർ ആയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഓരോന്നിനും ഓരോ കളർ കോഡുണ്ട്. 5G 4G പ്ലസ് അങ്ങനെ ഓരോന്നിനും ഓരോ കളർ കോഡുണ്ട്. ആ കളർ കോഡ് ഞാനിപ്പോൾ ഇവിടെ ഇതിൽ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഈ കളർ കോഡ് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇതിന് താഴെ തന്നെ അതിനൊരു കളർ കോഡ് കിടപ്പുണ്ട്. അതായത് ഇവിടെയായിട്ട് ഈ ഒരു കളർ കോഡെല്ലാം കിടപ്പുണ്ട്. അതായത് ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, അതുപോലെ പിന്നെ ഓറഞ്ച് ഉണ്ട്, റെഡ് ഉണ്ട്, വയലറ്റ് ഉണ്ട്. ഇങ്ങനെ ഈ ഒരു കളറുകൾ കിടപ്പുണ്ട്. ഈ കളർ നോക്കിയിട്ടാണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. 2G 3G 4G പ്ലസ് 5G ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഏരിയയിൽ ഏത് നെറ്റ്വർക്കാണ് ഉള്ളതെന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇതേ മെത്തേഡ് യൂസ് ചെയ്യാം. നിങ്ങൾ ഇത്തരത്തിൽ കയറിയിട്ട് ആ ഒരു ഇതനുസരിച്ച് നോക്കിയാൽ മതി. നിങ്ങൾക്ക് BSNL, ജിയോ, VI എല്ലാത്തിൻ്റെ ഇതിനകത്തിൽ കിട്ടും. ഓക്കെ, അപ്പം ഓരോന്നും ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. അടുത്ത ഞാൻ BSNL ഒന്ന് സെലക്ട് ചെയ്യുന്നു. BSNL സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഗ്രീനാണ്. അതായത് 3G നെറ്റ്വർക്കാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ 4G ചില ഏരിയയിലൊക്കെ 4G ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ നോക്കുക. ഓരോ നെറ്റ്വർക്ക് ഇത്തരത്തിൽ എടുത്ത് നോക്കിയാൽ മതി. അടുത്ത ഞാൻ ജിയോയുടെ സെലക്ട് ചെയ്യുന്നു. ജിയോ സെലക്ട് ചെയ്യുമ്പോൾ അടുത്ത് കാണാൻ സാധിക്കും കൂടുതലും 5G നെറ്റ്വർക്കാണ് ഏറ്റവും കൂടുതലായിട്ട് കാണിക്കുന്നത്. 4G പ്ലസും ഉണ്ട്. പിന്നെ അടുത്ത VI സെലക്ട് ചെയ്യുന്നു. VI സെലക്ട് ചെയ്യുമ്പോൾ 5G വളരെ കുറവാണ്. കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഉള്ളൂ അവർക്ക് 5G വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് തന്നെ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെറ്റ്വർക്ക് ഏതാണ് എടുക്കേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്ക്. നമുക്ക് അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.